പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ചന്ദ്രശേഖരനും ശ്രീകാന്തും കൂടി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. വാസവനെ അവരങ്ങ് കയ്യിലെടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോ പേടിക്കാനൊന്നുമില്ല. വിക്രമിനെ ഇല്ലാതാക്കാൻ വാസവനെ തന്നെ കൂട്ടിപ്പിടിക്കണം. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ വാസവന്റെ തലയിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കണം. അതാവുമ്പോ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും. ശ്രീനിവാസനും വാസവനും തമ്മിൽ അടിയുണ്ടാകുന്ന സമയത്തിന് ദൂരെ കളി മാറി നിന്ന് കാണാമെന്നായിരുന്നു രണ്ടുപേരുടെയും ബുദ്ധിയിലുണ്ടായിരുന്നത്. ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, കിട്ടിയ ഈ അവസരം നമുക്ക് പരമാവധി മുതലാക്കണം. വാസവനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ വേണം എല്ലാം പ്ലാൻ ചെയ്യാൻ. അതുമാത്രമല്ല, വരുണിന്റെ കാര്യത്തിലും ഒരു തീരുമാനമെടുക്കണം. മേലാൽ ദീപ്തിയുടെ പിന്നാലെ അവൻ ഇനി നടക്കാൻ പാടില്ല. അതുകൂടി നമുക്ക് വിക്രമിന്റെ തലയിലേക്ക് തന്നെ കെട്ടിവെക്കണം. അങ്ങനെ അവർ തമ്മിൽ ഒരു ധാരണയിലെത്താണ്. വിക്രത്തിനെയും വരുണിനെയും ഒക്കെ ഒരുമിച്ച് തന്നെ പൂട്ടണം. വിക്രമിന് ജീവിച്ചിരിക്കാൻ പാടില്ല. വരുൺ ദീപ്തിയുടെ അടുത്തേക്ക് വരാനും പാടില്ല. ഇങ്ങനെ കടുത്ത തീരുമാനങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവർ ഓരോ നീക്കങ്ങളും പ്ലാൻ ചെയ്തു. പക്ഷേ ഈ സമയത്ത് ഇതൊന്നും വേദയോ വിക്രമോ അറിയുന്നുണ്ടായിരുന്നില്ല. വേദ പതിവ് പോലെ തന്നെ കോടതി കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ആ മുഖത്ത് ആകെ സങ്കടം മാത്രമായിരിക്കും. വിക്രം ശ്രീനിവാസന്റെ ഇലക്ഷൻ പണികൾക്ക് പോവാൻ തീരുമാനിച്ചത് വേദക്കൊട്ടും തന്നെ സഹിക്കാവുന്ന കാര്യമായിരുന്നില്ല. ശ്രീനിവാസനുമായി ഇനി യാതൊരുവിധ കൂട്ടുകെട്ടും വേണ്ട എന്നും ആ വലയത്തിൽ നിന്നും രക്ഷപ്പെടണമെന്നും വിക്രമിനോട് എത്ര തവണ പറഞ്ഞതാണ്. എന്നിട്ടും വിക്രം അതൊന്നും കേട്ടില്ലല്ലോ. തന്റെ വാക്കിന് ഒരു വിലയും കൊടുത്തില്ലല്ലോ എന്നോർത്ത് വേദ വല്ലാതെ നീറുകയായിരുന്നു. ഇതേ സമയം ദീപ്തിയും വരുണും കൂടി കാണാണ്. വരുണിനോട് ദീപ്തി തന്റെ പേടിയൊക്കെ തുറന്നു പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാകുന്നില്ല വരുണേട്ട, ചേച്ചിക്ക് ഇത് എന്ത് പറ്റിയെന്ന്. പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ചേച്ചി ഇനി വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ പോവാണെന്നാ കേൾക്കുന്നത്. ഇത്രയും അടുപ്പത്തിലായിരുന്നവർ എങ്ങനെ പെട്ടെന്ന് അകലാൻ എന്താ കാരണമെന്നൊന്നും എനിക്കറിയില്ല. ഒരു പക്ഷേ വിക്രമേട്ടനോട് ചോദിച്ചാൽ എന്തെങ്കിലും വിവരം കിട്ടുമായിരിക്കും. നമുക്ക് വിക്രമേട്ടനെ ഒന്ന് കണ്ടു നോക്കിയാലോ എന്ന് ദീപ്തി ചോദിക്കാണ്. വരുണും അത് ശരിയാണെന്ന് പറയും. അങ്ങനെ അവർ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ദീപ്തിയോട് തിരക്കി വരുൺ. ഉടനെ തന്നെ വിക്രമിനെ വിളിച്ചു വരുത്തി ദീപ്തി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. വിക്രമേട്ട, ചേച്ചിയുമായിട്ട് വല്ല കുഴപ്പമുണ്ടോ? ചേച്ചി തിരികെ വീട്ടിലേക്ക് പോകുന്ന കാര്യമൊക്കെ അറിഞ്ഞല്ലോ. ദീപ്തി ചോദിച്ചപ്പോൾ വിക്രം കൈമലർത്തി. എനിക്കറിയില്ല ദീപ്തി, ഞാൻ ചോദിച്ചിട്ടും അവളൊന്നും തന്നെ എന്നോട് പറയുന്നില്ല. അവളെല്ലാം അങ്ങ് ഒഴിഞ്ഞു മാറാണ്. അവളുടെ ഉള്ളിൽ എന്തോ വലിയ പ്രശ്നമുണ്ട്. അതെന്താണെന്ന് മാത്രം എനിക്കിതുവരെ പിടികിട്ടിയിട്ടില്ല. ദീപ്തി വല്ലാതെ സങ്കടപ്പെട്ടു. നിങ്ങളായിരുന്നല്ലോ ഞങ്ങളുടെ ഏകധൈര്യം. എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് വിക്രമേട്ട എന്ന് ചോദിച്ച് ദീപ്തി സങ്കടപ്പെടുകയാണ്. വിക്രത്തിന് അന്നേരം ഉത്തരമൊന്നും ഇല്ലായിരുന്നു. അവൾ എന്തോ ഒളിക്കുന്നുണ്ട്. അവളുടെ മനസ്സിനെ എന്തോ ഒന്ന് അലട്ടുന്നുണ്ട് എന്ന് പറയാണ് വിക്രം. ചേച്ചിക്ക് വരാനായി ഇതിനു മുൻപ് എത്രയോ അവസരങ്ങളുണ്ടായിരുന്നു. അന്നൊന്നും തന്നെ വരാത്ത ചേച്ചി ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വരണമെങ്കിൽ അതിന്റെ പിന്നിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും കാരണമുണ്ടാവാതിരിക്കില്ലല്ലോ എന്ന് ദീപ്തി പറയുമ്പോൾ വിക്രം ആകെ അമംഗലാപ്പിലായി. വരുൺ അപ്പോൾ ദീപ്തിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ദീപ്തിയുടെ ഉള്ളിൽ വല്ലാത്തൊരു പേടിയാണ്. നമുക്ക് സപ്പോർട്ടായിരുന്നവർ ഇങ്ങനെ പറ്റിയാൽ നമ്മുടെ ബന്ധത്തിന്റെ കാര്യം കഷ്ടത്തിലാവും. ചേച്ചി വീട്ടിൽ വന്നു നിന്നാൽ പിന്നെ ഒരിക്കലും വീട്ടുകാർ നമ്മൾക്ക് ഈ ഒരു ബന്ധത്തിന് സമ്മതമാവുമെന്ന് പറയുന്നില്ല. വിക്രം പിന്നീട് വീട്ടിലേക്ക് എത്തുമ്പോൾ വേദ മുറിയിലുണ്ടായിരിക്കും. വിക്രമിനെ കണ്ടിട്ടും കാണാത്ത മട്ടിൽ തന്നെ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുകയാണ് വേദ. വിക്രം ചെന്ന് വേദയോട് എന്തു പറ്റിയെന്ന് തിരക്കുമ്പോൾ വേദയ്ക്ക് ദേഷ്യം വരികയാണ്. വിക്രത്തിനെ അകറ്റി നിർത്താൻ പറ്റിയ സമയം ഇതാണെന്ന് വേദക്കും തോന്നി. ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധം ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ കേൾക്കാതെ പോയ വിക്രമിനോട് ആ പേരും പറഞ്ഞ് ഉടക്കാമെന്ന് വേദ കരുതാണ്. വിക്രം ഇനി നന്നാവില്ലേ എന്ന് വേദ ചോദിച്ചപ്പോൾ ശ്രീനിവാസൻ സാറിന് വേണ്ടിയുള്ള ഇലക്ഷൻ വർക്കിന് പോകുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ലെന്നും ഗുണ്ടാ പണിക്കല്ലേ പോകുന്നത് എന്നും വിക്രം ശ്രീനി സാറിന് വേണ്ടിയുള്ള ഇലക്ഷൻ വർക്കിന് പോകുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണെന്നും ഗുണ്ടാ പണിക്കല്ല പോകുന്നത് എന്നും വിക്രം ന്യായീകരിച്ചു. പക്ഷേ അതൊന്നും വേദ കേട്ടില്ല. എനിക്കറിയാം ഗുണ്ടാ പണിയാണെന്ന്. നിങ്ങൾ ഒരിക്കലും നന്നാവില്ല. മാലയിട്ടാലെങ്കിലും ഒരു മാറ്റം വരുമെന്ന് കരുതിയ ഞാൻ വെറും ഒരു മണ്ടിയായി പോയി എന്ന് വേദ ആഞ്ഞടിച്ചു. വെറുതെ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് വിക്രം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിയെന്ന് വേദ തിരിച്ചു ചോദിക്കാണ്. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോ, എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് വേദ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും എഴുന്നേറ്റു പോവാണ്. വിക്രം ആകെ വിഷമത്തിലായി. പക്ഷേ വേദയുടെ ഉള്ളിൽ എന്തോ ഗൂഢമായൊന്ന് നടക്കുന്നുണ്ടെന്ന് വിക്രമിന് മനസ്സിലായിരുന്നു. വിക്രം പിന്നീട് ശബരിമലയ്ക്ക് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. വർക്ക്ഷോപ്പിൽ ചെന്ന് രാജേട്ടനോട് സംസാരിക്കാണ്. വീട്ടിൽ വെച്ച് തന്നെ കെട്ടുനിറ നടത്താമെന്നൊക്കെയാണ് അവർ തമ്മിൽ തീരുമാനിക്കുന്നത്. ഈ സമയത്ത് തന്നെ ശ്രീകാന്ത് വേദയെ വിളിച്ച് നിന്റെ അച്ഛൻ തിരിച്ചു വന്നല്ലോ, ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നോക്ക്. ഇനി പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്ത് തീരുമാനമായി എന്ന് ശ്രീകാന്ത് ചോദിക്കും. വിക്രം മലക്ക് പോയ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്നിരിക്കുമെന്ന് പറയണ വേദ. ഞാൻ തന്ന വാക്കിന് മാറ്റമില്ല എന്ന് വേദ മറുപടി നൽകി. വാക്ക് മാറ്റിയാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഭീഷണിപ്പെടുത്തുമ്പോൾ വേദ ആകെ തളർന്നുപോയി. ഈ വീട് വിട്ടിറങ്ങുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും വേദക്ക് കഴിയുമായിരുന്നില്ല. വേദ വിഷമിച്ചിരിക്കുന്നത് കണ്ട് കമലമ്മ അങ്ങോട്ടേക്ക് വന്നുവെങ്കിലും വേദ അതൊന്നും തന്നെ അറിഞ്ഞില്ല.
കമലമ്മക്ക് കാര്യം മനസ്സിലായി. വേദയുടെ മനസ്സിൽ എന്തോ ഭാരമുണ്ട് എന്ന്. പക്ഷേ കമല കരുതിയത് മാഷ് വരാത്തതിന്റെ സങ്കടത്തിലായിരിക്കുമെന്നാണ്. കമല ചോദിച്ചപ്പോൾ ഒന്നുമില്ല അമ്മേ എന്നും പറഞ്ഞ് വേദ ഒഴിഞ്ഞു മാറി. വീടിനെ മൊത്തം സന്തോഷിപ്പിച്ചിരുന്ന ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത് കമലമ്മയെ വല്ലാതെ വേദനിപ്പിച്ചു. കമല ഈ കാര്യം മാഷിനോട് സംസാരിച്ചു. മാഷ് തിരിച്ചു വന്നിട്ടും വേദ പഴയതുപോലെ ആകാത്തത് എന്താണെന്നും വിക്രവുമായിട്ട് വല്ല പ്രശ്നമുണ്ടോ എന്ന് കമല ചോദിക്കാണ്. വിക്രം മലക്ക് പോയി തിരിച്ചു വരട്ടെ, നമുക്ക് ചോദിക്കാമെന്ന് മാഷ് പറയും. വേദ ഈ കുടുംബത്തിന്റെ വെളിച്ചമാണെന്നും വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്നും എന്നെ ബോധ്യപ്പെടുത്തിയത് അവളാണെന്നും മാഷ് ഓർമ്മിപ്പിച്ചു. അങ്ങനെ അവൾ ഇല്ലാതായിരുന്നെങ്കിൽ ഞാൻ സത്യങ്ങളൊന്നും ഒരിക്കലും തിരിച്ചറിയാതെ മരിച്ചു പോകുമായിരുന്നുവെന്നും അവർ തമ്മിൽ പിണക്കങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്നും മാഷ് കമലമ്മയോട് പറയാണ്. വേദയുടെ ഈ ഒരു അവസ്ഥ കണ്ട് എല്ലാവരും വല്ലാത്ത സങ്കടത്തിലായിരിക്കും. ശ്രീകാന്തിന്റെയും ചന്ദ്രശേഖരന്റെയും കുതന്ത്രങ്ങൾക്കിടയിൽ തന്നെ വിക്രം മലക്ക് പോവാൻ തയ്യാറെടുക്കുമ്പോൾ വേദയുടെ മനസ്സിൽ ആളിപ്പടരുന്ന നേരിപ്പോട് ആരും തന്നെ കാണുന്നില്ലായിരുന്നു. ആ രാത്രി മുറിയിൽ തനിച്ചായപ്പോൾ വിക്രം വേദയുടെ അരികിലേക്ക് ചെന്ന് പതിയെ വിളിച്ചു. പക്ഷേ അവൾ പ്രതികരിച്ചില്ല. തന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന പെണ്ണിനെ വിട്ടുപോകേണ്ടി വരുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച് ഓർത്തപ്പോൾ വേദയുടെ കണ്ണുകൾ നിറഞ്ഞു. നീ ഇല്ലാതെ എനിക്കെന്ത് ശബരിമല, എന്ത് ജീവിതം എന്ന് വിക്രം ചോദിക്കുമ്പോൾ ഉള്ളിലെ സങ്കടം കടിച്ചമർത്തിക്കൊണ്ടതിനെ പോയിട്ട് വാ, എനിക്ക് കുറച്ച് വിശ്രമിക്കണമെന്ന് പറഞ്ഞ് അവൾ മുഖം തിരിച്ചു. സ്നേഹം കൊണ്ടല്ല, വിക്രമിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവൾക്ക് അഭിനയിച്ചേ മതിയാവുള്ളൂ. അടുത്ത ദിവസം പുലർച്ചെ കെട്ടി നിറച്ച് വിക്രം പടിയിറങ്ങുമ്പോൾ കമലമ്മയും മാഷും നിറ കണ്ണുകളോടെ നോക്കി നിന്നു. വിക്രം അവസാനമായി വേദയെ നോക്കിയപ്പോൾ അവൾ ഉമ്മറത്ത് പോലും ഉണ്ടായിരുന്നില്ല. മുറിക്കുള്ളിലെ ജനലിലൂടെ തന്നെ വിക്രം പോകുന്നത് നോക്കി അവൾ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. വിക്രം പടിയിറങ്ങിയ അതേ നിമിഷം തന്നെ ശ്രീകാന്തിന്റെ സന്ദേശം വേദയുടെ ഫോണിലേക്ക് എത്തി. സമയമായി, വാക്ക് പാലിക്കണം. വേദ തന്റെ ചെറിയ ബാഗും എടുത്ത് ആരും കാണാതെ പിൻവാതിലൂടെ ഇറങ്ങാൻ നോക്കുന്ന സമയത്ത് തന്നെ അമ്മയെ ഓർത്തു. എങ്കിൽ പിന്നെ എല്ലാവരും കാണുകയെ തന്നെ പോവാമെന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദ അവിടെ നിന്നും പടിയിറങ്ങാണ്. കമലമ്മയും മാഷും എല്ലാവരും അവളെ എതിർത്തുവെങ്കിലും വേദ അത് കേൾക്കാൻ പോലും തയ്യാറായിരുന്നില്ല. ഇതേ സമയം വർക്ക്ഷോപ്പിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വിക്രത്തിനെ അപകടത്തിൽപ്പെടുത്താൻ ചന്ദ്രശേഖരൻ ഒരുക്കിയ ഗുണ്ടകളെല്ലാം തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ വാസവന്റെ മനസ്സിൽ മറ്റൊരു പദ്ധതിയായിരുന്നു. വിക്രമിനെ കൊല്ലുന്നതിന് പകരം ചന്ദ്രശേഖരനെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാസവൻ രഹസ്യമായി പോലീസിനെ ഈ ഒരു വിവരം അറിയിച്ചു. വഴിയിൽ വെച്ച് നടന്ന ആ ഒരു പ്രശ്നത്തിനിടയിൽ പോലീസ് എത്തുകയും ചന്ദ്രശേഖരനും സംഘവും പിടിയിലാവുകയും ചെയ്തു. ഇതിനിടയിൽ വേദ വീട്ടിൽ നിന്നും പോയ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ വിക്രം മലയാത്ര പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കാനായി അവൾക്കായി തന്നെ പരക്കം പാഞ്ഞു. ഇതിനിടയിൽ വേദ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ വിവരമറിഞ്ഞ് വിക്രം മലയാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവൾക്കായി തന്നെ പരക്കം പാഞ്ഞു. ഒടുവിൽ നഗരത്തിന്റെ ഒരു കോണിൽ ശ്രീകാന്തിന്റെ തടവിലായിരുന്ന വേദയെ വിക്രം കണ്ടെത്തുമ്പോൾ അവിടെ വലിയൊരു പ്രശ്നം തന്നെ നടന്നു. പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെ ശ്രീകാന്തിനെ തുറങ്കലിൽ അടച്ച വിക്രം വേദയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നിനക്കെന്നെ അത്ര വിശ്വാസമില്ലായിരുന്നോ വേദയെന്ന വിക്രത്തിന്റെ ചോദ്യത്തിനു മുന്നിൽ അവൾ തളർന്നു വീണു. എല്ലാ തെറ്റിദ്ധാരണകളും മാറി അഗ്നിശുദ്ധി വരുത്തിയ സ്നേഹവുമായി അവർ നേരെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ മാഷും കമലമ്മയും അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പവിത്രമായ ആ ബന്ധം തകർക്കാൻ വേണ്ടിയിട്ട് ഇനി ആർക്കും കഴിയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ ആ കുടുംബത്തിൽ വീണ്ടും സന്തോഷത്തിന്റെ വെളിച്ചം നിറഞ്ഞു. അങ്ങനെ പവിത്രത്തിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.